ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് മഗ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു മഗ്ഗിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മധുരത്തിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ, നമ്മുടെ ഷുഗറിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, ഒന്ന് യൂണിഫോമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാല്, ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നിങ്ങൾക്കൊരു വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഓപ്ഷനിലാണ് വാനില എസൻസ് ഉള്ളവർ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു 2.5 മിനിറ്റ്സ് നമുക്ക് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2.5 മിനിറ്റ്സിന് ശേഷം ഇതാണ്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ കേക്ക് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലിലേക്ക് ന്യൂട്ടെല്ലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഞാനിവിടെ ന്യൂട്ടെല്ലയാണ് കേട്ടോ